പ്രശ്നം പ്ലഷർ കിട്ടുന്നില്ല എന്നുള്ളത് കല്യാണം കഴിഞ്ഞപ്പോഴും വരാം, അങ്ങോട്ട് പോകുമ്പോഴത്തേനും വരാം. കഴിഞ്ഞപ്പോൾ വരുന്നത് യൂഷ്വലി ആണുങ്ങൾക്കാണ്. ചില പേഷ്യൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നേരം ഓർഗേസം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത്. ഓക്കെ, അത് അതിനെക്കുറിച്ചിട്ട് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പറഞ്ഞ പ്രശ്നം പ്ലഷർ കിട്ടുന്നില്ല എന്നുള്ളത് കല്യാണം കഴിഞ്ഞപ്പോഴും വരാം, അങ്ങോട്ട് പോകുമ്പോഴത്തേനും വരാം. കഴിഞ്ഞപ്പോൾ വരുന്നത് യൂഷ്വലി ആണുങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം യൂഷ്വലി കാണുക. കാരണം നിങ്ങളൊക്കെ തനിച്ച് ചെയ്യുന്ന ആൾക്കാരല്ലേ, കൊച്ചിലെ 9th 10th സ്റ്റാൻഡേർഡ് മുതൽക്കൊക്കെ തനിച്ച് തന്നെ ഇതിന് യൂസ് ടു ആവുന്ന ആൾക്കാരാണ്. അപ്പം സഡൻലി ഒരു പെട്ടെന്നൊരു കല്യാണം കഴിയുമ്പോഴത്തേനും ഒരു പെൺകൊച്ചിൻ്റെ കൂട്ടത്തിൽ വൈഫിൻ്റെ കൂട്ടത്തിൽ ചെയ്തു തുടങ്ങുമ്പം ആ ഒരു ഫീലും മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോഴുള്ള ഫീലും കംപ്ലീറ്റ്ലി വേറെ ആവുമ്പം ചിലവർക്ക് അത് യൂസ് ടു ആവാൻ കുറച്ച് സമയം പിടിക്കും. കൈകൊണ്ട് ചെയ്യുമ്പം എനിക്ക് ഓക്കെ ആണ്, വൈഫിൻ്റെ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു പ്ലഷർ കിട്ടുന്നില്ല എന്ന് പറയും. പോകെ വർഷങ്ങളെടുത്തിട്ട് അങ്ങോട്ടെത്തുമ്പം എനിക്ക് പഴയ പോലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ഡിസയർ തോന്നുന്നില്ല, വേണമെന്നുണ്ട് പക്ഷേ അവളോട് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരും. അത് ആ ഒരു ന്യൂനെസ് പോകുന്നതുകൊണ്ടാണ്. പുതുമയില്ല. ഒരു സെക്ഷൽ ബിഹേവിയർ, സെക്ഷൽ പാറ്റേൺ അല്ലെങ്കിൽ സെക്ഷൽ ഹാബിറ്റ് എന്നൊക്കെ പറയില്ല, ഇത് കഴിഞ്ഞാൽ ഇത് ഒരു പാറ്റേൺ ഉണ്ടാവും അവർക്ക്. അത് യൂസ് ടു ആവുമ്പം കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേനും ബോറടിക്കും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബോറടിക്കും. ശരിക്കും ആ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യില്ല വേണ്ട. അതായത് ഒരേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാതെ, ഇപ്പോൾ സെക്ഷൽ ഫാന്റസീസ് ഫോളോ ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരേ പൊസിഷൻസ് തന്നെ ട്രൈ ചെയ്യാതെ മാറ്റി രണ്ടുപേരുടെയും കംഫർട്ടബിൾ നോക്കിയിട്ട്, ലൈക്ക് കംഫർട്ട് ആണോ എന്ന് നോക്കിയിട്ട്, അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ എടുത്ത് ഇല്ലില്ല, ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലാണ് ഇപ്പൊ ജെൻസിന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മളൊരു ഹോസ്റ്റലിലൊക്കെ വളർന്ന ആൾക്കാരെ നമുക്ക് അറിയാം, ആ ഒരു പ്രായത്തില് ഒരു പൊതുധാരണ ഇങ്ങനെ ചെയ്താൽ അവർക്ക് പ്ലഷർ കിട്ടും, പക്ഷെ പെയിൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, എവിടെയാണ് ഇറക്ഷൻ ഉണ്ടാവുകയാണ്, എവിടെയാണ് പെയിൻ ഉണ്ടാവുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയണമെങ്കിൽ ഇതൊക്കെ ചെയ്തു നോക്കിയല്ലേ അറിയുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ പെയിൻ വന്നാൽ പിന്നെ പ്രാവശ്യം ചെയ്യില്ല. ഇല്ല, അല്ല വേറെ ഒന്നും കൂടി ഉണ്ട് മാം. ഇത് നമ്മള് പണ്ട് വായനയിലൂടെ അറിയണു, പിന്നെ വീഡിയോയിലൂടെ അറിയണു. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ് കൂടുതലും പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ കിട്ടുന്ന ഇതൊരിക്കലും സെക്സ് എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടിയിട്ട് നൽകുന്നതല്ലല്ലോ. ഇറ്റ്സ് പ്യൂർലി മെയ്ഡ് ഫോർ എന്റർടൈൻമെന്റ്. പക്ഷെ പറഞ്ഞു വരുന്നത് സെക്ഷൽ എഡ്യൂക്കേഷന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് പുറത്ത് വരുന്ന സാധനമാണെങ്കിലും അതിന്റെ പർപ്പസ് സത്യം പറഞ്ഞ കച്ചവടമാണ്. ഇപ്പോ പക്ഷെ അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തലമുറ വളരെ കോമൺ ആണ് ഇന്ന് കേരളത്തില്.